ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിന് കിഴിയേക്കും പോവാം. എന്താണ് മത്സരം? മലയാളം. ഓക്കെ, മലയാളം ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഹെഡ് അല്ല, നിന്റെ കൈയിന്റെ കെട്ട് അയച്ചോ? അയക്കണ്ടായിരുന്നു. അല്ല, സംഭവം എന്തായിരുന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അവർക്ക് കാണാൻ പറ്റൂല ഇത്. ഒന്നുമില്ല, വെറുതെ സംഭവം വേറൊന്നുമല്ല. ഇങ്ങനെ ഒരു മുറിവ് വന്നു. മുറിവെന്ന് പറഞ്ഞാൽ പുല്ലരിഞ്ഞതാ. പുല്ലരിഞ്ഞപ്പോ കത്തി നേരെ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടി. അതല്ല ഞാൻ ഇവനെ പുല്ലേന്ന് വിളിക്കുന്നത്, അതുകൊണ്ട് അവൻ തെറ്റിദ്ധരിച്ചു. നമുക്ക് അതിനകത്ത് ഒരു തെറ്റിദ്ധാരണ ഇല്ലല്ലോ. പക്ഷേ ഹെഡോ ടൈല് തുടങ്ങിക്കോ. ടോസ് ഫുള്ള് എനിക്കാണല്ലോ എപ്പോഴും. ടോസ് കിട്ടിയിരുന്ന കാര്യം ജയം കൂടെ വേണ്ടേ? ജയം എനിക്ക് തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നീ ജയിച്ചില്ലേ? ശരിയാ. OG2 അടിപൊളി. പോന്നോട്ടെ. പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. സിനിമയിലേക്ക് നമ്മുടെ അതിവിശേഷ് ഒരു പ്രധാന വേഷം ചെയ്യാൻ വരും എന്നുള്ളതാണ് റൂമർ. ഇത് ശക്തമായ ഒരു ന്യൂസായിട്ട് തെലുങ്ക് ചാനലിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അവർ പറയുന്നത് 200% ഉറപ്പാണെന്നാണ്. എന്തായാലും സംഭവം പോലായിട്ടുള്ള ഒരു സിനിമയായിരിക്കും. ആദ്യം OG വരട്ടല്ലേ, ബാക്കി. അടുത്തത് പ്രദീപ് രംഗനാഥൻ നെക്സ്റ്റ് മൂവി. സിനിമയിൽ 3 നായികമാരുണ്ടാവും. അതിലൊരു നായിക നമ്മുടെ സ്വന്തം നമിത ബൈജു ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. മൈത്രി മൂവി മേക്കേഴ്സ് ആയിരിക്കും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൊള്ളാം. പ്രദീപ് രംഗനാഥനും മമിതയും കിടിലൻ കോമ്പോ എടുക്കും. ഓക്കെ, എത്രാമത്തെ നായിക എന്നുള്ളത് മാത്രം നോക്കിയാൽ ഈ 3 മെയിൻ ആവണം. അല്ലേ, ആൾക്കൊരു സ്ഥിരം പരിപാടിയാണല്ലോ. 3-4 നായകന്മാരാ. അല്ല, ശരിക്കും നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ ചെക്കന്മാരുടെയൊക്കെ ലൈഫ്? ഒറ്റ ഒന്നിൽ തന്നെയാണോ അതോ 3-4 പേരൊക്കെ ഇല്ലേ? നമ്മുടെയൊക്കെ കഥ എടുക്കുകയാണെങ്കിൽ ഒരു ലോറിക്കറക്കണ്ടല്ലേ നായികമാരെ ഫുള്ള് നായികമാരെ കൊണ്ടൊരു കളി. അതെ, അതിന്റെ രസം എന്താണെന്നറിയോ? എത്ര ലോഡ് ഇറക്കിയാലും അല്ല, എല്ലാം വൺ സൈഡ് മാത്രമായിരിക്കും. ഓക്കെ, ജോൺ വിക്ക് 5 ഒഫീഷ്യലി വർക്ക് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. ജോൺ വിക്കിന്റെ 5ാം ഭാഗം ഗംഭീര ഒരു അനൗൺസ്മെന്റ് ആയിരിക്കും അത് വരുമ്പോൾ. ഒഫീഷ്യലി അനൗൺസ്മെന്റ് വരുമ്പോൾ ജോൺ വിക്ക് ഒക്കെ കട്ടയ്ക്ക് വെയിറ്റിക്കുന്ന സാധനമാണ്. എനിക്ക് ജോൺ വിക്ക് 4 ഇഷ്ടമായില്ല. ജോൺ വിക്ക് 4 അത്ര പോരായിരുന്നു. എന്താണെങ്കിലും അടുത്തത് രാമായണ. മലയാളം ഇല്ലേ? മലയാളം ഇല്ലേ? രാമായണ സിനിമയുടെ VFXന്റെ കാര്യമാണ്. അതായത് ഓസ്കാർ വിന്നർ നമിത് മൽഹോത്രയുടെ സ്റ്റുഡിയോയുടെ പേര് ഞാൻ പറഞ്ഞതോട് DNEG സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരിക്കും ഇതിന്റെ VFX വർക്കുകൾ ചെയ്യാന്നുള്ളത് കേട്ടോ. ഓക്കെ, രൺബീർ കപൂർ നായകനാവുന്ന സിനിമയാണ്. നായികയായി വരുന്നത് സായ് പല്ലവി. സന്തോഷം കിട്ടിക്കോട്ടെ. സത്യം. ഓക്കെ, പിന്നെ പോകും കഴിയുന്നു. വില്ലനായി വരുന്നത് ആരാ? യശ്. കുഴപ്പമില്ല. സായ് പല്ലവിക്ക് പ്രത്യേക ഒരു ക്രഷ് തോന്നുമോ യഷിനോട്? ആവശ്യമില്ലാത്ത ക്രഷൊന്നും തോന്നരുത് കുട്ടി, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഓക്കെ, അടുത്ത കിഴി ഒരു റിലീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കിഴിയാണ്. സച്ചിൻ, നമ്മുടെ വിജയ് നായകനായ സിനിമയാണ്. ജെന്നിലിയ ഡിക്രൂസാണ് നായികയായിട്ട് വന്നത്. ഈ സിനിമയുടെ റിലീസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെടാ. എന്നാണെന്നറിയോ? ഏപ്രിൽ 17. കൺഫേം ആയി. വന്നോട്ടെ. ഓക്കെ, ഒരു ദുരൂഹ സാഹചര്യത്തിൽ മലയാളം ഉണ്ട് കേട്ടോ. സിനിമയുടെ പാക്കപ്പ് ആയിട്ടുണ്ട് കേട്ടോ. സിനിമ കുഞ്ചാക്കോബൻ നായകനായി എത്തുന്ന സിനിമയാണ്. രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. ചിദംബരം അതിൽ അഭിനയിക്കുന്നുണ്ടോ? കുറെ പേരുണ്ട്. ഒരു വലിയൊരു ടീമാണ് തോന്നുന്നു. എന്തായാലും നല്ല സിനിമയായിരിക്കും എന്ന് വിചാരിക്കാം. അതെ, നല്ല സിനിമ ആവട്ടെ. ഓക്കെ, അടുത്ത കിഴി SSMB 29. മലയാളം എനിക്ക് കിട്ടാനില്ലല്ലോ. അതൊരു സത്യമാണല്ലോ. രണ്ടായി കൂടി കാച്ചിക്കുറുക്കി ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അതെ, പൊന്നരിക്കുന്നു പോലെ. അതെ, ഞാനും അരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മൊത്തം കിട്ടുന്നത് മണല്. ഇവന് നല്ല പൊന്നും. ഓക്കെ, SSMB 29 സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സിനിമയുടെ സ്റ്റോറി, അതായത് മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണത്തിൻ്റെ ഒരു ഏടാണ്. നമ്മുടെ രാമായണത്തിൽ ലക്ഷ്മണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്
ഹനുമാൻ മൃതസഞ്ജീവിനി തേടിപ്പോവില്ലേ, Yeah. ആ ഒരു സംഭവമാണെന്നുള്ളതാണ് കേട്ടത്. അപ്പോൾ ഹനുമാനായിട്ട് ആര്? ഹനുമാനായിട്ടപ്പം മഹേഷ് ബാബു, രാവണനായിട്ട് രാവണനല്ലല്ലോ, ആരാണ്? അല്ല അത് പറയാൻ പറ്റില്ല, ആരാണ് എന്താണെന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അറിഞ്ഞൂടാ, വെറും ഒരു ചെറിയ സംഭവം മാത്രമായിരിക്കില്ലല്ലോ അതിന്റെ ഒരു ഏട് എന്ന് പറയുമ്പോ ശരിയാണ്, ചെറിയൊരു സാധനത്തിൽ ഒതുക്കൂല. എന്തായാലും അങ്ങനെ പറഞ്ഞു നന്നായി. ഈ ബാഹുബലി ഇല്ലേ, കറക്റ്റ് മഹാഭാരതം അങ്ങ് സത്യം പല രീതിയിലാക്കിയതാണ്. RRR രാമനും സീതയും ആ ഒരു സംഭവം തന്നെ. അടുത്തത് മുഫാസ ദ ലയൺ കിങ് സിനിമയുടെ OTT മാർച്ച് 26. ഓക്കെ, ഡിസ്നി പ്ലസിൽ കേട്ടോ. ഓക്കെ, അഭിനയിക്കുന്നത് മുഫാസയുടെ കൂട്ടുകാരനും. ഓക്കെ, അടുത്ത കിഴി ഹരിഹര വീര മല്ലുണ്ട്. അവിടെ ഇരുന്നോട്ടെ മല്ലു. പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ പാർട്ട് 2നെ കുറിച്ചാണ് പറയാനുള്ളത്. ഈ പാർട്ട് 1 ഇപ്പോൾ ഷൂട്ട് നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പാർട്ട് 2 നടക്കുന്നുണ്ട്. തുടക്കത്തിലും ഇതേപോലെ തന്നെയായിരുന്നു പാർട്ട് 2നെ കുറിച്ച് തന്നെ. ഓജി എന്റെ പൊന്നോ, ഇവര് 2 പടം ഒരുമിച്ച് ഇറക്കാനാണോ അതോ ഒരെണ്ണം ആദ്യം ഇറക്കി വിടാൻ പറ, എന്നിട്ട് പാർട്ട് 2 ഒക്കെ ചെയ്യാൻ പറ. നീ വിഷമിക്കല്ലടാ, ഒരു കിഴിയെങ്കിലും നിനക്ക് കിട്ടും, സമനിലേ ആവുള്ളൂ, പേടിയല്ല. വാടിവാസൽ, ഈ സന്തോഷം നോക്ക്. സിനിമയുടെ ഷൂട്ട് ഇനിയും വൈകും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. സ്ക്രിപ്റ്റ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും മെയിൽ തുടങ്ങുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാണ്. എന്താ ചെറുക്കാലേ, സമയം കുറെ കിട്ടിയില്ലേ, കംപ്ലീറ്റ് ചെയ്ത്. സമയം കുറെ കിട്ടിയിട്ടൊന്നുമില്ല, മൂപ്പര് മറ്റേ പടം ചെയ്ത് കഴിഞ്ഞല്ലോ. അത് ശരിയാണ്. എന്തായാലും വെട്രിമാരൻ ഒരുക്കുന്ന സിനിമയാണ്, സൂര്യയാണ് നായകനായി വരുന്നത്. എന്തെങ്കിലും കാണാം, അത്രേ ഉള്ളൂ. കുറേ ആയി ഹൃദയപൂർവ്വം സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ. എൻ്റെ നാക്ക് കരിനാക്കാണോ? നിന്റെ നാക്ക് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് മുന്നേ എൻ്റെ അഹങ്കാരത്തെ കുറിച്ച് എനിക്ക് നല്ല വ്യക്തമായ ധാരണ ഉണ്ട്. അതെന്താ? 1-1 കണ്ടോടാ, കണ്ടോ? എന്തായാലും ലൊക്കേഷൻ സ്റ്റിൽ ഇതാ. അല്ല, വേറെ ചോദ്യം വന്നിട്ടില്ലല്ലോ. നിന്റെ അഹങ്കാരം എന്തെന്നാണ് പറഞ്ഞ? അഹങ്കാരം? എനിക്ക് അഹങ്കാരമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അഹങ്കാരമില്ലാത്ത കുട്ടിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ അഹങ്കാരം നമ്മൾ തീർത്തു കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. സുഭാഷ് KP. സുഭാഷ് അല്ലേ? കുട്ടേട്ടാ എന്നാണെങ്കിലും സുഭാഷിന്റെ ചോദ്യം ഇതാണ്. പ്രൊഡ്യൂസേഴ്സ്, അതായത് റിവ്യൂ പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ അളിയ നീ ചോദിക്കോളാം, എനിക്ക് ചോദ്യം കിട്ടുന്നില്ല. അതായത് സുഭാഷ് ചോദിച്ചിരിക്കുന്ന ഇതാണ്, നിങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സിന് പേടിയുണ്ടോ? എന്തിനാണ് എന്നുള്ളതും ചോദിച്ചിട്ടില്ല. അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് റിവ്യൂ ചെയ്യുമ്പോൾ ഒന്നും അതിലില്ല. ആണോ? അത്ര മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? പ്രൊഡ്യൂസേഴ്സിന് ഞങ്ങളോട് ഭയങ്കര ഇഷ്ടമല്ലേ തോന്നുക, അവർക്ക് നല്ല കാര്യമല്ലേ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് അറിയാം, ഭയങ്കര പ്രൊമോഷൻ. പിന്നെ ഏത് സിനിമയെ കുറിച്ചാണ് ഞങ്ങൾ പറയാം? സിനിമ വരുന്നതിന്റെ റിലീസ് ആവുന്നോളം വരെ ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യും. റിലീസ് ആയി കഴിയുമ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ ഒറ്റയടിക്ക് പറയാം. അപ്പോഴാണ് അവർക്ക് ആ സമയങ്ങളിൽ ദേഷ്യം തോന്നാറുണ്ടാവും. അതുവരെ അവർക്ക് 10 പൈസ മേടിക്കാതെ പ്രൊമോഷൻ കിട്ടുക പറഞ്ഞാൽ ആർക്കും ദേഷ്യം തോന്നും. അത്ര സംഭവം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പാവങ്ങളല്ലേ. അല്ല, ഈ മുഖത്തോട്ടൊന്ന് നോക്കി, ഈ മുഖം കണ്ടാൽ എങ്ങനെ ആർക്കെങ്കിലും ഒന്ന് തെറി വിളിക്കാനെങ്കിലും തോന്നും. അതാണ് നേരത്തെ അഹങ്കാരം നിങ്ങൾ കാണണ്ട കേട്ടോ. ആ ഭാഗം നിങ്ങൾ കണ്ണടക്കണേ. അതുകൊണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതന്നെ എങ്ങനെ തോന്നാനത് പച്ച പാവം. ഇതൊക്കെ തന്നെയാണ് സത്യാവസ്ഥ. ഞങ്ങളോട് അങ്ങനെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഭീഷണിയോ അങ്ങനത്തെ സാധനം വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ വരാനും സാധ്യത വളരെ 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 കുറവാണ്. കാരണം ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട്. അത് അവർക്കറിയാം, ജീവിക്കാൻ വേണ്ടിയാണ്, അരിവാങ്ങാൻ വേണ്ടിയാണെന്നോ. അങ്ങനല്ലേ, നമ്മൾ അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ പണി. പിന്നല്ല, നല്ല പണി. മലയാള സിനിമ ഉദ്ധരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചില സിനിമ റിലീസ് ആവുമ്പോളേ നല്ല പണി അവന്മാരെടുക്കുന്നത്. അതാണ് പിന്നുള്ളത് പറയണ്ടേ. പിന്നല്ലാണ്ട് ഞങ്ങള് ഒട്ടുമിക്ക പ്രേക്ഷകർക്കും അറിയാം, നമ്മളുള്ള കാര്യം കറക്റ്റ് ആയിട്ടായിരിക്കും മിക്കതും പറയുന്നത്. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അല്ലാണ്ട് എല്ലാം ഏകദേശം അവർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മളും പറയാറുള്ളത്. ഞാനിങ്ങനെ ഓർക്കണേ, അതായത് ഞങ്ങൾ ഇങ്ങനെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു
ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഗ്രൗണ്ടിൽ വെച്ചുള്ള സീന്. അതിൽ ഒരു ഫ്രണ്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ളതല്ല, കുറച്ച് ദൂരം ഉള്ളതാ, ആൾ ഇങ്ങോട്ട് കളിക്കാൻ വരും. അപ്പോൾ അവന് ഭയങ്കര കട്ട ലാലേട്ട ഫാനാണ്. സത്യം. അപ്പോൾ ഇവനിങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതായത് അവരാരാണോ ഏത് താരത്തിൻ്റെ ആളാണോ ആ താരത്തിനെതിരെ നിൽക്കും. ഇതൊന്നും അവർക്ക് മനസ്സിലാവില്ല. എന്നിട്ട് പറയാണ് ആളെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിക്കാൻ. അതെ, ദേവാസുരം ഞാൻ അംഗീകരിക്കൂല കേട്ടോ. അതായത് ദേവാസുരം ഞാൻ അംഗീകരിക്കൂല ആളോട് പറയാണ്. ഇപ്പം കലിപ്പായി, ലാസ്റ്റ് അടിക്കാൻ വന്നു. ഇവരെ അടിക്കാൻ വേണ്ടി ഒരു പോക്ക്. ഇത് ആ രീതിയിൽ മനസ്സിലാവില്ല. ആള് വളരെ സീരിയസ് ആണ്. ദേവാസുരം അംഗീകരിക്കാൻ അപ്പോൾ ഇവന് എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ പറയണേ അതിൽ ദുൽഖറില്ല, അതാണ് കാരണം. അപ്പോൾ അടുത്തത് മറ്റൊരു ദിവസം മമ്മൂട്ടിനെ ഭയങ്കരമായിട്ട് വാഴ്ത്തിപ്പാടാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു മൃഗയെ ഞാൻ അംഗീകരിക്കൂല. എന്താ കാര്യം? അതിൽ നിവിൻ പോളില്ല. ഇതെന്താണെന്നറിയോ, ഇത് പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു കൂട്ടം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഈ സാധനം പിടികിട്ടൂല കാണുന്നുള്ള കാര്യം. അവർക്ക് ദേഷ്യമൊക്കെ വരുന്നത്. ഇതേ സെയിം അവസ്ഥ തന്നെയാണ് ഫുട്ബോളിന്റെ കാര്യത്തിലും. അർജന്റീനയുടെ കാര്യം പറഞ്ഞിട്ട് ഇതേ പൊന്നി എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ. അപ്പൊ ഈ രീതിയിലുള്ള ഒരു പരിപാടി ഉണ്ട്. ഇത് എന്തിനാ പറഞ്ഞോണ്ടിരുന്നത്? അയ്യോ, എന്തിനാ തുടങ്ങിയത്? ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ തോന്നുന്നല്ലോ. നീ എന്തിനാ ഇപ്പൊ ഇത് പറഞ്ഞ? വളരെ നല്ല കാര്യം. ഈ പറഞ്ഞ ഭാഗം നിങ്ങൾ കേക്കണ്ട കേട്ടോ. വന്നപ്പോ പറഞ്ഞു പോയി. എന്തിനായിരുന്നു ഏത് കുറ്റിയിൽ കെട്ടാനായിരുന്നു ഈ കയറ് ഞാൻ എടുത്തത്? ആ കുറ്റി കുറച്ച് അപ്പുറത്താ ഇപ്പൊ നിൽക്കുന്നത്. കുറച്ച് നീട്ടേണ്ടി വരും കയറ്. എന്താണെങ്കിലും ആ കയറ് നീട്ടി നാളെ വരാം. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.